18 വയസ്സ് തികയാത്ത പെണ്ണിനെ പിടിച്ച് ഇതാക്കിയ കാര്യമായി പറയാൻ പോകുന്നു. എന്നോട് ഇവൻ പറ, നീ അത് പറയാം. എടാ മമ്മു, എനിക്ക് ഇവളത്ര സുഖം കിട്ടുന്നില്ല. നീ ഒന്ന് ഇതാക്കിത്താ. എന്താടാ അതിനെ ഒരു ബീജ ബ്ലോജോ ഒന്ന് നീ ബ്ലോജോ ആക്കി തരാൻ എന്നോട് ചോദിക്കുന്നു. അത് മതി. ഞാൻ പറയും കേരള പോലീസ് കേസ് എടുക്കണം. ഇവൻ ഡ്രഗ്സ് വന്നിട്ട് നമ്മളെ പേപ്പിച്ചിട്ടുണ്ട് കുറെ. അതിൽ മനസ്സിലായിട്ട് തന്നെ നാടിന്ന് ഇറങ്ങിയത് മനസ്സിലായ. പിന്നെ ഇതാ ഈ പറഞ്ഞ പോലെ പെമ്പിള്ളേരെ കുറിച്ച് കാറിന്ന് ഇവന്റെ കാറിൽ ഇവൻ പറയുന്നു, പാവത്തിങ്ങള് പെമ്പിള്ളേരെ പിടിച്ച് ഞാൻ കളിക്കും, പാവത്തിങ്ങളെ പെമ്പിള്ളേരെ പിടിച്ച് കിട്ടിയാൽ ഞാൻ കളിക്കും. അനാൻഷ എന്ന് പറഞ്ഞ ഒരു വ്യക്തിന്റെ വ്ളോഗ് കണ്ടിട്ട് അതിലെ ഗേൾസിനെ നോക്കിയിട്ട് അതിലെ വ്ളോഗ്സ് നോക്കിയിട്ട് വാണം വിട്ടോണ്ടും അവരെ പറയുന്നുണ്ടല്ലേ, സാമാനം എടുത്ത് കയറ്റി കൊടുക്കണം എന്ന് മനസ്സിലായ. സാമാനം എടുത്ത് കയറ്റി കൊടുക്കണം. ഇവനൊന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത നായിയാണ് ഇവൻ മനസ്സിലായ. വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത നായി. എന്റെ ഉമ്മ രാത്രി 3 മണിക്ക് വിളിച്ച് കരഞ്ഞു. എന്റെ അനിയത്തിയോ ഓൾ കോളേജിൽ പോകുമ്പോ വൃത്തിക്ക് പോകാനാവുന്നില്ല. എന്താ ഞാൻ ഇന്ന് വരെ ഒരു സാധനം യൂസ് ചെയ്തിട്ടില്ല. എന്നെ പറ്റിട്ടോ പറഞ്ഞത്. 1000 വട്ടം എന്നോട് പറഞ്ഞ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ മാത്രം നിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ? ഞാൻ പറയുന്നുണ്ട്, ഞാൻ നന്മ കളിക്കാൻ വന്നതല്ല ബ്രദർ. ഞാൻ നന്മ കളിക്കാൻ വന്നതല്ല മനസ്സിലായ. ഞാൻ നന്മയോ പുണ്യാളനോ കളിക്കാൻ വന്നതല്ല. നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നന്മയും തിന്മയും തമ്മിലുള്ള ഇതല്ല. ഇത് തിന്മയും തന്നെയാണ്. അതിൽ വലിയ തിന്മയും ചെറിയ തിന്മയും തമ്മിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് നോക്കിയാൽ മതി. ചെറിയ തിന്മയും നന്മയും പ്രൂഫ് ഉണ്ട് ബ്രദർ. എല്ലാത്തിനും പ്രൂഫ് ഉണ്ട്. വെറുതെ വന്ന് കുണക്കൂല. ഓക്കെ, അടുത്ത കാര്യം. ഇവൻ മെത്ത് എന്ന് പറഞ്ഞ സാധനം അറിയാലോ. ഇവനല്ല പറഞ്ഞു ഞാൻ ഡ്രഗ് അടിച്ചത്. ഇവൻ ഡ്രഗ് യൂസ് ചെയ്തതിന്റെ സാധനമാണ് സാധനം. എത്ര പേർക്ക് ഇവിടെ അറിയാമെന്ന് എനിക്ക് അറിയില്ല. ഡ്രഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കല്ല് എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ഈ മെത്ത് എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വായിൽ എന്തെങ്കിലും ചവച്ചുകൊണ്ട് നിൽക്കണം. അത് അറിയാലോ. ഇങ്ങനെ എന്തെങ്കിലും ചവച്ചുകൊണ്ട് നിൽക്കും, ഇങ്ങനെ കടിച്ചുകൊണ്ട് നിൽക്കും, ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ കടിച്ചുകൊണ്ട് നിൽക്കും. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പം ഇങ്ങനെ കടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സംഭവം ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. വെയിറ്റ് ബ്രദർ, വെയിറ്റ്. ഡ്രഗ് ടെസ്റ്റിന്റെ റിസൾട്ട് വരും മനസ്സിലാവും. അത് കണ്ടിട്ട് ഇവിടുന്ന് പോയാൽ മതി എല്ലാവരും. ഞാൻ പറഞ്ഞല്ലോ, ഒരുത്തനും ഇവിടെ കളം വിടൂല. അതാരും ചിന്തിക്കണ്ടേ. ആരും സത്യം അറിയാണ്ട് ഇടുന്നു ഒരുത്തനും പോകില്ല. അനാൻഷ ഇഷ്യൂ എല്ലാ ഇഷ്യൂയും പറയും. ഒരുത്തനും ഇവിടെ സത്യം അറിയാണ്ട് ഒരുത്തനും കളം വിട്ടു പോകില്ല, ഞാനടക്കം. ഇതിങ്ങനെ കടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും. ഇത് ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം മനസ്സിലായി. ഇതൊന്നൊന്നുമല്ല, എനിക്കറിയാം. ഇതൊന്നൊന്നുമല്ല മനസ്സിലായി. ഇത് പണ്ടുള്ളതാ. ഇത് ഡേറ്റ് പണ്ടത്തെ ഇതാ, 2024. ഇവൻ ഡ്രഗ് യൂസ് ചെയ്യാത്ത ആളാന്നല്ലോ. ഇവൻ കള്ളു കുടിക്കാത്ത ആളാന്നല്ലോ. ഇവൻ എന്താ പറഞ്ഞ, ബിസിനസ് മീറ്റിങ്ങിന് പോകുമ്പോൾ ഒരു തുള്ളി കുടിക്കൂന്നല്ലേ ഇവൻ പറഞ്ഞത്. ബിസിനസ് മീറ്റിങ്ങിന് പോകുമ്പോൾ ഒരു തുള്ളി കുടിക്കൂന്ന്. നിക്ക് എല്ലാം കാണിക്കും. ഇതാ മമ്മൂന് ഇവൻ ഡ്രഗ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ പ്രൂഫ് വരുന്നുണ്ട്. ഏയ്യോ പോടാ മൊണ്ണമാരെ. ഇത് ലൈവാടാ, ലൈവ് വീഡിയോ. ഇത് ഫോട്ടോ എടുത്തിട്ട് ഇത് ലൈവ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ ഓൾഡ് എന്ന് പറഞ്ഞിട്ട് ഇവൻ ഒരാളെ കൊന്നാലും നീ എല്ലാം ഇതന്നെ പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ നിന്റെ എല്ലാം വീട്ടിൽ കയറി ആരെങ്കിലും ഇവൻ 18 വയസ്സാകാത്ത നിന്റെ എല്ലാം വീട്ടിലെ പെങ്ങന്മാർ ഇതാക്കിയാലും നീ പറയും ഓൾഡ് തൊപ്പിയല്ലേ, ഇപ്പോഴത്തെ തൊപ്പിയല്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയായിരിക്കും. നീ എല്ലാം അവൻ്റെ അടിമയായിക്കൊണ്ട്. അത് പറഞ്ഞോ. ഓരോ സാധനങ്ങളും കാണിക്കും. ഞാൻ കുറച്ച് ടെൻസ്ഡാണ്, അതിൻ്റെ ഒരു ഇതുണ്ട്. അതുകൊണ്ട് കൈ പറയും പരിപാടി എല്ലാം വരും മനസ്സിലായോ. ഓക്കെ, അടുത്ത കാര്യം. ഇത് ഫസി എനിക്ക് അയച്ച മെസ്സേജാണ്. ഇനിയിപ്പോൾ ഇതും ഇതാന്ന് പറയല്ലോ, ഇതും ഫേക്കാന്ന് പറയല്ലോ. കാരണം ബുദ്ധിയില്ലല്ലോ. ഓൻ്റെ ഇതിൽ വീണ് പോയല്ലോ. ഞാൻ ആദ്യം പറഞ്ഞ കാര്യമല്ലോ നിങ്ങളെ VPക്ക് എന്നുള്ള കാര്യം. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഫസ്മിന സാക്കിർ ഹുസൈൻ എല്ലാം കണക്ട് ചെയ്ത് തന്നെ കാണിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ് കൈസ്, മനസ്സിലായോ. അപ്പൊ എല്ലാം കാണിക്കാം നമുക്ക്. ഫസ്മിന സാക്കിർ. എടാ എല്ലാം പറ. ഞാൻ ഉണ്ടായിരുന്നപ്പോൾ തൊട്ടുള്ള അവൻ്റെ ഡ്രഗ്സ്, സെക്സ്വൽ എല്ലാം A to Z സത്യം പറ. ഫസി വെയിറ്റ് വന്നിട്ട് എന്താ പറയാൻ, ഞാൻ വരാൻ പറ്റുമെന്ന് ചോദിക്കും. നീ കാര്യങ്ങൾ പറഞ്ഞ് എനിക്ക് ബാക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അവൻ്റെ മാനിപ്പുലേഷൻ ഫുൾ പുറത്ത് വരണം. ഞാനുള്ളപ്പോൾ തന്നെ പെൺപിള്ളേരുടെ ഒപ്പം പോയത് ഡ്രഗ്സ്. ഇത് AIയോ?
ഇവിടെ വണ്ണന്മാരെ ബുദ്ധി ഇല്ലാണ്ട് തീട്ടം തൂന്ന് നടക്കുന്ന കുറേ എണ്ണമുണ്ട്. നിന്നൊന്നും നമുക്ക് കാണിക്കണ്ട. ബുദ്ധിയുള്ളവന്മാർ മാത്രം വിശ്വസിച്ചാൽ മതി. ബുദ്ധി ഇല്ലാത്തവരെല്ലാം ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോ. ബുദ്ധി ഇല്ലാത്തവരെല്ലാം ഇറങ്ങിപ്പോയിക്കോ. നീ ഒന്നും ഇത് വിശ്വസിക്കണ്ട. ഇനിയിപ്പോൾ അടുത്ത ഇതൊന്നും പറഞ്ഞിട്ട് വരും. ഓക്കെ അല്ല, ഇതിനായിട്ടില്ല. ഇതിനൊന്നുള്ള ടൈം ആയിട്ടില്ല. ഇതിനൊന്നും ആയിട്ടുള്ള ടൈം ആയിട്ടില്ല. ഓക്കെ വെയിറ്റ്. ഇത് നമ്മൾ ഇതാക്കാൻ ഇത് ഓൾഡ് അല്ല കേട്ടാ. ഇത് ഓൾഡ് അല്ല. ഇതിൽ തന്നെ ഇത് ഓൾഡാണ്. അതായത് മുടി കുറച്ചതിന് ശേഷം അല്ല ഇതിൽ പറയുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് കേക്ക്. എൻ്റെ ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാക്കി, ഇല്ലാന്നുണ്ടെങ്കിൽ വിട്ടോ. പറയാനില്ല. കാരണം തീട്ട തിന്ന് നടക്കുന്നവന്മാരോട് വർത്താനം പറയാനില്ല. ഇത് ഓൻ്റെ സുഹൃത്തുണ്ടല്ലോ, ഓൻ്റെ കൂടെ നടക്കുന്ന ആളുണ്ടല്ലോ, റാംബോന്റെ വോയിസ് ആണ്. റാംബോ ഇന്നലെ വരെ കൂടെ ഉണ്ടായ റാംബോന്റെ വോയിസ് ആണ് ഇത്. അല്ല, ഇത് കേട്ടിട്ട് എ ആണെങ്കിൽ എ എന്ന് വിചാരിക്കും. അതെന്താണ് വെള്ളമടിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ എൻ്റെ അടുത്ത് പറയണത്? അടിച്ചതിന് ശേഷമല്ല, വെള്ളമടിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇതിനു ഒരു പ്രശ്നമുണ്ട്. ഇത് എ ആന്ന് വിശ്വസിക്കുന്ന ഏത് മണ്ടന്മാരാ? ഓൾട്ടോ എടാ, നിന്റെ എല്ലാം വീട്ടിൽ കയറി നിന്റെ എല്ലാം നമുക്ക് ഇതുണ്ട്. നിന്റെ എല്ലാം വീട്ടിൽ കയറി നിന്റെ എല്ലാം പെങ്ങൾ ഇതാക്കിയാലും നീ എല്ലാം ഇത് തന്നെ പറയണം കേട്ടാ. ഓൾഡ് തൊപ്പിയല്ലേ, ഇപ്പോഴത്തെ തൊപ്പിയല്ലല്ലോ. അതുകൊണ്ട് ഓൻ എൻ്റെ വീട്ടിൽ കയറി മുമ്പല്ലേ എൻ്റെ പെങ്ങളെ പിടിച്ച് പണിയത്. അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോഴത്തെ തൊപ്പിയല്ലല്ലോ. ഓൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാം സ്ക്രിപ്റ്റാന്ന്. അപ്പൊ ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല. ഓൻ്റെ ലൈവ് തന്നെ എടുത്ത് നോക്കണം മൊണ്ണകളെ. അതെന്താണ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ? ഞാനൊരു ഗ്യാസ് പണ്ട് കാളശ്ശേരി ഞാൻ ഇവനും അവനും ആയിരിക്കുന്ന കുണ്ണയും കൂടെ പോയാണ് സുബിയെയും ലക്ഷ്യയും വളയ്ക്കുന്നത്. ഷമീറിന് വേണ്ടിയിട്ടും ഞാനുണ്ട് കേട്ടോ. ഞാൻ പുണ്യാളെന്നല്ല ഗൈസ്, ഞാൻ പുണ്യാളെന്നല്ല. എനിക്ക് വേണമെങ്കിൽ ഇത് കട്ട് ചെയ്തിടാം. ഞാൻ പുള്ളിയാണല്ലോ എന്നല്ല. ഓൾട്ടോ എടാ, ഇതിൽ ഓൻ തന്നെ പറയുന്നുണ്ട് പണ്ട് കളമശ്ശേരി വീട്ടിൽ നിന്ന്. അപ്പൊ ഇത് ഈ അടുത്ത് പറയുന്നല്ലേ ഓൾഡ് തന്നെയാണ്. ഓൾഡ് എന്ന് പറഞ്ഞിട്ട് പോക്സോ അല്ലാണ്ടാവോ? ഓൾഡ് പോക്സോ അല്ലാണ്ടാവോ? ഓൻ മുടി മുറിച്ചിട്ട് നന്നായി എന്ന് പറഞ്ഞ സമയത്താണ്. അതിൽ ഇല്ല തന്നെ പറയുന്നുണ്ട്. വെയിറ്റ് ചെയ്യും. ഇത് പിന്നെ തീട്ടം തിന്ന് നടക്കുന്ന ഈ പറഞ്ഞ അതേ വിശ്വസിക്കും. തൊപ്പീന ഇതാക്കിയാലേ നടക്കുന്ന പറയുന്നവർ അങ്ങനെ ഇതായിരിക്കും. പറ്റുമെങ്കിൽ ഇയർഫോൺ ഇട്ടോ കേട്ടോ, അല്ലാണ്ട് മനസ്സിലാവില്ല. എ ഐയിൽ എങ്ങനെയാടാ സൈഡിൽ കിടക്കുന്ന ആൾക്കാർ വർത്താനം പറയാനും ഇതെല്ലാം പറ്റാം? ഇതിനുള്ളിൽ ഒരു പ്രശ്നമുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ? ഞാനൊരു ഗ്യാസ് പണ്ട് കാളശ്ശേരി ഞാൻ ഇവനും അവനും ആയിരിക്കുന്ന കുണ്ണയും കൂടെ പോയാണ് സുബിയെയും ലക്ഷ്യയും വളയ്ക്കുന്നത്. ലക്ഷ്യം ഷമീറിന് വേണ്ടിയിട്ടും വളയ്ക്കുന്നത്. ഇവനെ അക്സെപ്റ്റ് ആക്കിയില്ല. അവിടെ സുബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതാ കാണാൻ ഭംഗിയാ, ചെറിയ മുഖമൊക്കെ ആയിട്ട്. കേക്കണേ, 18 വയസ്സ് തികയാത്ത പെണ്ണിനെ പിടിച്ച് ഇതാക്കിയ കാര്യമായി പറയാൻ പോകുന്നു. പിന്നെ ഞാൻ മറ്റേ കുണ്ടനടിച്ചു എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. ഞാൻ കുണ്ടനടിച്ചു എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. അതിനുള്ള പ്രൂഫ് മമ്മു എൻ്റെ സാമാനം എടുത്ത് വായിലിടുന്നത് ഓൻ കാണിക്കണം. അത് കാണിച്ചിട്ടേ പോകാൻ പറ്റൂ. ഞാൻ മാസ്റ്റർബേറ്റ് ചെയ്യാണ്ട്, ആണുങ്ങളാകുമ്പോൾ മാസ്റ്റർബേറ്റ് ചെയ്യും. അല്ലാണ്ട് ഞാൻ കുണ്ടനടിച്ചതിന്റെ വീഡിയോ നീ എടുത്തിടണം. മനസ്സിലായോ? ഓപ്പൺ ചാലഞ്ച് നീ എടുത്തിടും. കുണ്ടനടിക്കുന്ന തന്നെ എടുത്തിടണം. അല്ലാണ്ട് വെറുതെ ഞാൻ തുണിയില്ലാത്തതും ആടുന്ന് അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നതും എടുത്തിടരുത്. പക്ഷെ ഒരു ദിവസം ഇത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും നിങ്ങളും കൂടെ പുറത്തു പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇതിന് വെച്ചും കൂടെ റൂമിലായിരുന്നു. മനസ്സിലായോ? അന്ന് ഇവനും അത്രയും കേട്ടായി. ഇത് കഴിഞ്ഞിട്ട് ഈ സ്റ്റോറി എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ നെച്ചിയെ വേണമെങ്കിൽ നീ അതിന് ആ സമയത്തും കിട്ടും. ഈ സുബിയെ വേണമെങ്കിൽ കിട്ടും. കാരണം ഇപ്പൊ ഉള്ളതിന് ഇപ്പൊ ഒരുപാട് മേള. പക്ഷെ ആ സമയത്ത് പറഞ്ഞാൽ മുടി വെട്ടിയിട്ടുള്ള നീ അത് ഇതാ ഓൾഡ് എന്ന് പറഞ്ഞ കുണ്ണകളോട് എനിക്ക് പറയാനുള്ളത്. ഓൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആരല്ലോ. ഓൾഡ് എന്നല്ല പറയുന്നത്. ഇത് റാംബോന്റെ തന്നെ വോയിസ് ആണ്. മനസ്സിലായോ? വീഡിയോ പ്രൂഫ്. ഞാൻ പിന്നെ നിനക്ക് സിനിമ എടുത്തിട്ട് ഞാൻ തരാടാ ആടെ നടക്കുന്നത്. ഇപ്പൊ ഒരുപാട് മേള. പക്ഷെ ആ സമയത്ത് പറഞ്ഞാൽ മുടി വെട്ടിയിട്ടുള്ള നീ അത് അന്ന് ഷമീറെ സെറ്റാക്കിയിട്ട് ഇതിന്റെ കഥ ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞു. എന്നിട്ട് ഷമീർ സെറ്റ് ചെയ്ത് ഈ ദേഷ്യത്തിൽ ഇവന്റെ മൈൻഡിനെ അറിയിച്ചു. ഈ ദേഷ്യത്തിൽ ഇവന്റെ അടുത്ത് സുബിയെ തിരിച്ചു പിടിച്ചു. തൊപ്പിനെ കുറിച്ചാ പറയുന്നത്. ഷമീറിന്റെ ഫ്രണ്ടി BM കൂടെ കൊണ്ട് ഷമീർ പറഞ്ഞു ഞാനും പറഞ്ഞു നീ എവിടെ പറഞ്ഞു പോടെ കുണ്ടച്ചു ഷമീറിന്റെ അമ്മ സത്യം ഇടുന്നത് റാംബോ ആണ്. അവന്റെ കൂടെ നടക്കുന്നത് റാംബോ. ഫ്രണ്ടി കൂടെ അവളെ കൊണ്ടു. അന്ന് ഷമീർ അടിച്ചടി. പക്ഷെ
ഞാൻ ഷമീർ മാത്രമല്ല, അന്ന് ഷമീർ EMI കയറ്റി കൊണ്ടുപോയി 2-3 മണിക്കൂർ. മനസ്സിലായ? നീ ഇവനെ ഇതാക്കാൻ വേണ്ടി കൊണ്ടുപോയി കിസ്സൊക്കെ അടിച്ച് പിടിയൊക്കെ പിടിച്ച് അവൻ പറഞ്ഞു എല്ലാം ചെയ്തിട്ട്. എന്നിട്ട് ഇവൻ അടുത്ത ദിവസം ഇവൻ്റെ എക്സ്ട്രീം മൈൻഡ് നീ ആലോചിച്ചു. അടുത്ത ദിവസം ഇവളെ ഒഴിവാക്കി. അടുത്ത ദിവസം സുബിയെ ഒഴിവാക്കി. ഞാൻ വണ്ടി കയറ്റി ഷമീറിനെ ഇറക്കാക്കി കൊണ്ടുപോയി. അടുത്ത ദിവസം നീയാത് സുബിയെ ഒഴിവാക്കി. അപ്പം എന്തോന്നു പിന്നെ ഷമീറിനെ അവളെ വേണം. എന്നിട്ട് അടുത്ത ദിവസം നീയാത് അവളെ ഒഴിവാക്കി. ഇനി വേണമെങ്കിൽ നീ എടുത്തു പിന്നെ ഷമീറിനെ വേണം. ആ രീതിയിൽ നീയാത് പക വെച്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. മനസ്സിലായോ? അതുകൊണ്ട് എനിക്ക് വ്യക്തിയോട്ട് പറയാം, ഈ ഒരു കേസിൽ പല രീതിയിൽ ഞാൻ പറയുന്നു. അതിന്റെ ഇടയിൽ ആണെങ്കിൽ അതിന്റെ ഇടയിൽ ജാസ്തി വന്നിട്ട് ഇങ്ങനെ പറയുമായിരിക്കും, അല്ലെങ്കിൽ അസ്പാക്ക് ഇങ്ങനെ മുണ്ടുമായിരിക്കും. വെച്ച് ഇതേപോലത്തെ ഒരു സാധനം ഉണ്ടാക്കി തന്നാ നീ പറയുന്ന പൈസ അല്ലെങ്കിൽ തൂങ്ങിച്ചാവും. മനസ്സിലായോ? തൂങ്ങിച്ചാവൂടാ. ഇതെല്ലാം നടന്ന കാര്യമാടാ, വെറുതെ പറയുന്നതല്ലടാ. വിശ്വസിക്കാൻ പണിയായിരിക്കും. നിങ്ങളെ മനസ്സിൽ വിഗ്രഹമായിട്ട് കൊണ്ട് നടക്കുന്നില്ല, അപ്പൊ വിശ്വസിക്കാൻ പണിയായിരിക്കും. ഓക്കെ ഗൈസ്, ഇനി ഞാൻ പറയുന്ന കാര്യം ഇതായിട്ട് എടുക്കുക. നിങ്ങൾ എന്താന്ന് വെച്ചാൽ പറഞ്ഞോ. കാരണം ഈ പൈസ ഇല്ലാത്തവനും ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള നമ്മളെല്ലാം അവസ്ഥ ഇങ്ങനെയാണ്. അപ്പൊ നമ്മളെ അങ്ങനെ നിങ്ങൾ കാണും. പൈസ ഉള്ളവനും പവർ ഉള്ളവനും ഇതുള്ളവനെല്ലാം വായും, അത് നമുക്കറിയാം. മനസ്സിലാ? ഇത് അങ്ങനെ തന്നെയാണ്. അത് നെഗറ്റീവ് വരും, നമ്മളെ ഇതാക്കും, നമ്മളെ അങ്ങനെ ആക്കും. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഇതാക്കിയത്. പക്ഷെ ഇവന്റെ സത്യാവസ്ഥ പുറത്തു വരണം. മനസ്സിലാ? ഇവന്റെ സത്യാവസ്ഥ പുറത്തു വരണം. ഇവന്റെ സത്യാവസ്ഥ പുറത്തു വരാണ്ട് ആരും ഇവിടെ പോകില്ല. പിന്നെ ഇവിടെ പോലീസിനെ അയക്കുക എന്താന്ന് വെച്ചാൽ അയച്ച് ഇവിടെ നോക്കിക്കോ. അപ്പൊ സത്യാവസ്ഥ പുറത്തു വരണം. അല്ലാണ്ട് വെറുതെ കാര്യമില്ല. മനസ്സിലാ? സത്യാവസ്ഥ പുറത്തു വരാണ്ട് യാതൊരു കാര്യവുമില്ല. അപ്പൊ അതറിഞ്ഞ് നിങ്ങൾ ബാക്കി ഇതായിക്കോ. ഈ വീഡിയോ കാണിച്ച് നമുക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ എൻഡ് ചെയ്യാൻ പോവാ. മനസ്സിലായോ? ഇത് ക്ലിയർ ആയിട്ട് ആദ്യം കേക്ക്. ക്ലിയർ ആയിട്ട് കേൾക്കണേ. 10% അവരെ ഫ്രണ്ട്സ് നിർവഹിച്ചാണ്, 10% നോമ്പിന്റെ പരിപാടി ഇങ്ങനെ പോകുന്നത്. ഇതെല്ലാം കമ്പനിയാണ്. നമ്മളിത് കമ്പനി ആക്കുന്നത് നമ്മളെന്തൊക്കെ ചെയ്യാൻ തുടങ്ങണം. ഒരുമിച്ചേക്കുന്നതിന്റെ നമ്മളത് ചെയ്യാൻ തുടങ്ങുമ്പോ അതിൽ എന്തെല്ലാം 10% ഉണ്ട് നമുക്ക് മനസ്സിലാവും. ആർക്കെല്ലാം 10% പോകുന്നത് മനസ്സിലാണെങ്കിൽ ഇവരെ ഇതായിരിക്കില്ല. നമ്മള് വേറെ എന്തിലേക്ക് പറഞ്ഞറിയില്ല. നമ്മളെ ആക്ഷൻ എടുത്താലേ നമ്മൾ മനസ്സിലാവും. ചെയ്തു നോക്കണം. ഇതെന്താ സംഭവം എന്നറിയാം? അനാൻ ഷാന്റെ വീഡിയോ നമ്മള് മറ്റേ ഇവിടെ വീട്ടിൽ നിൽക്കുമ്പോൾ, വീട്ടിൽ നിന്ന് പ്ലേ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ, വീട്ടിൽ വ്ളോഗ് വെച്ച് ഞാൻ ഒരു കാര്യം പറ്റേ, നിങ്ങൾ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല എന്നെല്ലാം എനിക്ക് അറിയാം. നമുക്ക് നമ്മളെ കാര്യങ്ങൾ തുറന്നു പറയണം. നമ്മളതിൽ ഈ പറഞ്ഞ പോലെ പൈസ ഇല്ല, ഇതില്ല, ഒന്നുമില്ല. അതുകൊണ്ട് ഇങ്ങനെല്ലാം തന്നെ നമുക്ക് വരാൻ പോകുന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, അപ്പം അനാൻ ഷാന്റെ വീഡിയോ കണ്ടുകൊണ്ട് അതിലൊരു വ്ളോഗ് ഉണ്ട്. അനാൻ ഷാന്റെ ഒരു വ്ളോഗ് ഉണ്ട്. ആ വ്ളോഗാന്ന് ഇവൻ വെച്ചിട്ട് ഈ സംസാരിക്കുന്നത് ഞാൻ കാണിച്ചുതരാം. അത് ഞാൻ കാണിച്ചുതരാം. ഇത് നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. ആ വ്ളോഗിന്റെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടാണ് ഇതിൽ വരുന്നത്. മനസ്സിലായോ? ഒരു ഇറാനിപ്പോളയോ അങ്ങനെ എന്തോ ഒരു ഇതുണ്ട്. ഇറാനിപ്പോള നാറ്റം മറ്റും എന്തോ ഉണ്ട്. അങ്ങനെ ഒരു വ്ളോഗ്. ഹലോ ഗൈസ്. ഈ വ്ളോഗ് അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ഗേ ഉണ്ടാക്കി ഇറാനിപ്പോൾ അവരുടെ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഈ വ്ളോഗ് ഉണ്ടല്ലോ, ഈ വ്ളോഗ് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങളെ തൊപ്പി പറഞ്ഞതാണ് ഇത്. മനസ്സിലായോ? ഇതാ കേൾക്കുന്നുണ്ടല്ലോ, ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുണ്ടല്ലോ. ഇതൊന്ന് ചൂടാക്കുന്നുള്ളത്. ഒന്നും മനസ്സിലായിട്ടാണോ? നിങ്ങള് മനസ്സിലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഇതാക്കിയിട്ടിട്ട് ഫേക്ക്. എടാ ബുദ്ധിയുള്ളവന് തിരിയോടെ ഇത് മനസ്സിലായോ? അനാൻ ഷാന്റെ വ്ളോഗ് നിക്ക്
അനാൻഷാന്റെ വ്ലോഗ് കണ്ടിട്ട് അതിൽ ഈ പെണ്ണുണ്ടല്ലോ ലിയന അല്ല പറയണം, ഇത്രയും ഇതാക്കിയല്ലോ കാര്യങ്ങൾ ഇതാക്കി പറയണം. ഈ പറഞ്ഞ ഇതിന്റെ ഇതാന്ന് വരുന്നത്, മനസ്സിലായോ? ഇതിന്റെ ഇതാന്ന് വരുന്നത് മനസ്സിലായോ? ഈ വ്ലോഗ് ബാക്ക്ഗ്രൗണ്ടിൽ ഓടുന്ന സമയത്ത് ഇവൻ പറയുന്ന കാര്യം എന്താ അറിയോ? ഇവൻ പറയുന്ന കാര്യം അത് മുനുവിന്റെ വോയിസ് അതൊന്നും കേൾപ്പിക്കില്ല. എവിടെ മറ്റേ ഓർത്ത് ഇപ്പൊ പ്ലേ ആ വ്ലോഗ് പ്ലേ ചെയ്യുമ്പോ പറയുന്ന കാര്യം കണ്ട. ഇതൊന്ന് ചൂടാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്ന കേൾക്കുന്നുണ്ടോ? ഇതൊന്ന് ചൂടാക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്ന കേൾക്കുന്നുണ്ടോടാ? അനാൻഷാന്റെ കൂടെയുള്ള ഓന്റെ സുഹൃത്തിന്റെ ഭാര്യ, മനസ്സിലായോ? ഓന്റെ സുഹൃത്തിന്റെ ഭാര്യ ഇറാനി പോള എന്ന് പറഞ്ഞ ഒരു നോമ്പിന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നോമ്പിന്റെ സമയത്ത് ഇവൻ ഇത് പറയണം എന്ന് ആലോചിക്കണം. നോമ്പിന്റെ സമയത്താണ് ഇവൻ ഇത് പറയുന്നത് ആലോചിക്കണം. നോമ്പിന്റെ സമയത്ത് ഈ പറഞ്ഞ പോലെ നോമ്പിന്റെ സമയത്ത് ഇവൻ ചെയ്ത പരിപാടി എന്താ അറിയോ? വ്ളോഗ് വെച്ചിട്ട് ഇതിൽ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ഹെഡ്ഫോൺ കുത്തിയാൽ മതി. എല്ലാവരും ഹെഡ്ഫോൺ കുത്ത്, അല്ലാണ്ട് നിങ്ങൾക്ക് ഇത് കേൾക്കില്ല. ഹെഡ്ഫോൺ കുത്തിയിട്ട് ഇത് കേക്ക്, ഹെഡ്ഫോൺ കുത്തിയിട്ട്, മനസ്സിലായോ? അതിൽ ബാക്ക്ഗ്രൗണ്ടിൽ അവർ പറയുന്ന വോയിസ് ഉണ്ട്. ഓൻ പറയുന്ന എന്താന്ന് മനസ്സിലായോ? കട്ട് ചെയ്തിട്ടോളെ പൂറ്റിൽ കയറ്റുന്നു. ആരെ കുറിച്ചാ പറയുന്നത്? അനാൻഷാന്റെ കൂടെയുള്ള ഓന്റെ ഫ്രണ്ടിന്റെ വൈഫിനെ കുറിച്ചിട്ട് ഇവൻ പറയുന്നത്. ഇതും നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലെങ്കിണ്ടല്ല, കേരളമേ, നിന്റെ എല്ലാം വീട്ടിൽ കയറിയിട്ട് 18 വയസ്സാകാത്ത പെണ്ണുങ്ങളെ ഇവൻ പിടിച്ചിതാക്കും, മനസ്സിലായോ? എടാ നമ്മള് കൂടെ നടന്നാടാ, നമുക്കറിയാടാ. റോട്ടുമേലൂടെ ഇവൻ കാറും കൊണ്ട് ഇവൻ പോകുമ്പം ഇവൻ എന്താ പറയുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇത് ഫുള്ള് കേക്ക്, മനസ്സിലായോ? ഒന്ന് ചൂടാക്കുന്നു, മനസ്സിലായോ? ഇതാ നിങ്ങൾക്ക് ഇത് മനസ്സിലാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഇതിന് ഇതടക്കം കൊടുത്തത്. അനാൻഷാന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ്, അനാൻഷാന്റെ വോയിസ് ആണ് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത്. കുറച്ച് ചിന്തിക്കാൻ ബുദ്ധി ഉണ്ടെങ്കിണ്ടല്ലോ ഇത് മനസ്സിലാവും. ഇത് എന്തായാലും ഓന്റെ ഈ LKG പിള്ളേർക്ക് ഇത് മനസ്സിലാവില്ല, ബാക്കിയുള്ളവർക്ക് ഇത് തിരിയും. അത് മതി. നീ മോളത്തെ മാത്രം വൃത്തിയാക്കുക. നീ വീട്ടിലേക്ക് പോയി, നീ അറിയിക്കാം ഒരു പോലെ 1000 വട്ടം എന്നോട് പറഞ്ഞ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ മാത്രം നിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ബോറിങ് തീട്ടാണ് നിങ്ങളെല്ലാം കാണുന്നത്. ഇഷ്ടപ്പെടുന്നോണ്ടാണ് ആ അതുപോലും കണ്ടിരിക്കാൻ തോന്നുന്നത്. അല്ല നീ ഓൻ്റെ അടുത്ത് പോയിക്കോളാം. നീ അത് ഞാൻ ഇങ്ങനെ പറഞ്ഞു, നീ എന്താ അവസാനം എടുക്കുന്നത്? ഞാനൊരു കാര്യം പറയാം, ഇവനെ പോലെ ആകാൻ നോക്കില്ല, ഇവനെ പോലത്തെ വിളവ് എടുക്കാൻ നോക്കില്ല, ഇതൊന്നും നടക്കൂല. നമുക്ക് നമ്മളെ സാധനങ്ങളുണ്ട്, അല്ലാണ്ട് ഓന്റെ ഇതാക്കിയിട്ട് ഓന്റെ പോലെ ആക്കാൻ നോക്കലും നടക്കൂല. മനസ്സിലാണോ? പുണ്ണാളെ ചെയ്തിട്ടോളാം പൂറ്റിലേക്ക് നായിന്റെ പോലെ രാത്രി വന്നിട്ട് കരയാ വരും. ഞാൻ കരയുന്നില്ല, ഞാൻ പറഞ്ഞതാ. എനിക്ക് പൂറി പോലെ പൂറി പോലെ ഒരു പുള്ളിയിലടാ താഴെ പോയിക്കോ നീ വീട്ടിലേക്ക്. ഇവിടെ വൃത്തിയാക്കാൻ പറഞ്ഞ എന്തേടാ?
വൃത്തിയാക്കാൻ പറ്റാണ്. അലക്കീന് നീ മുകളിലത്തെ ബാത്റൂം വൃത്തിയാക്കുക. നീ വീട്ടിലേക്ക് പോയിക്കോ. നീ അറിയിക്കാൻ ചെയ്യാൻ ഒരു കുഴപ്പമില്ലടാ. ഊരിയും പോലെ 1000 വട്ടം എന്നോട് പറഞ്ഞ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റൂ. ഇല്ലെങ്കിൽ പാണ്ടാ ഇല്ലേ പാണ്ടാ കൂടാ. ഭയങ്കര ബാത്റൂം അതുകൊണ്ടാണ് അതിന്റെ മക്കളെ ബോറിങ് തീട്ടാണ് നിങ്ങളെല്ലാം കാണുന്നത്. അവനോട് ഇഷ്ടപ്പെടുന്നോണ്ടാണ് ആ അതുപോലും കണ്ടിരിക്കാൻ തോന്നുന്നത്. അല്ല നീ അവന്റെ അടുത്ത് പോയിക്കോടാ. നീയാത് ഞാൻ എങ്ങനെ പറഞ്ഞു? നീ എന്താ സെൻസിൽ എടുക്കുന്നത്? കാര്യം പറഞ്ഞതാ. ഞാനൊരു കാര്യം പറയാം, ഇവനെ പോലെ ആകാൻ നോക്കില്ല, ഇവനെ പോലത്തെ വിളവ് എടുക്കാൻ നോക്കില്ല, ഇതൊന്നും നടക്കില്ല. നമുക്ക് നമ്മളെ സാധനങ്ങളുണ്ട്, അല്ലാണ്ട് ഓന്റെ ഇതാക്കിയിട്ട് ഓന്റെ പോലെ ആക്കാൻ നോക്കില്ല, നടക്കൂല. മനസ്സിലാണോ? പുണ്ണാളെ മനസ്സിലായല്ലോ, മനസ്സിലായല്ലോ. ഇതാ ഈ വ്ളോഗ് പറ്റുമ്പോ ഒന്ന് കാണുക. അതിന്റെ ഇടയിൽ ഇതാണോ നമുക്ക് അറിയില്ല, ഈ പറഞ്ഞ പോലെ എന്തോ ഇറാനി പോൾ ആക്കുന്ന വീഡിയോ ആണ്, അതറിയാം. അത് കട്ട് ചെയ്യുന്ന മാറ്റം പറയുന്ന സമയത്താണ് കട്ട് ചെയ്തിട്ട് ഓളെ ഊറ്റിക്കേറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഏയ് ആണെങ്കിൽ എടാ ജാസി അതിന്റെ ഇത് കാണിക്കണം കേട്ടാ. നമുക്ക് ഇതായി നമുക്കൊരു കാര്യം പറയാനുള്ളൂ ഗൈസ്, നിങ്ങളെല്ലാവരും നമ്മളെ സംശയിക്കുന്നുണ്ട് എന്നറിയാം. ഞാൻ ഒരു കാര്യം പറയാം, ഈ പൈസയും സ്വാധീനവും പവറും പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ സപ്പോർട്ടും ഇത്ര കാലം ഉള്ള ആൾക്കാർക്കെല്ലാം ഈ പറഞ്ഞ പോലെ എല്ലാവരും കൂട്ടുവെക്കും, എല്ലാവരും ഇതാക്കും, ഓൻ പറയുന്ന എല്ലാവരും വിശ്വസിക്കും. അതെല്ലാം നമുക്കറിയാം. നമ്മളതിൽ ഇത് മാത്രമല്ല ബാക്കിയുണ്ട്. അത് ഇനി ഓൻ അടുത്ത് വന്ന് ഇതാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പറയാം. മനസ്സിലാവും? നമുക്ക് അധികം സംസാരിക്കണ്ട. ഇന്നും കുറേ സാധനങ്ങൾ നിങ്ങൾ കേൾക്കാനും കാണാനും എല്ലാം ഉണ്ട്. മുനുവിന്റെ ഒരു ഓഡിയോ ജാസിക്ക് വേണ്ടിയിട്ടുള്ള നീയല്ലേ ഇത് അനക്ക് സഹിക്കൂല. അത് കണ്ടു നിൽക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. അത് ആദ്യത്തെ സംഭവമൊന്നുമല്ല, കൂട്ടത്തിനോട് തൊട്ടിട്ട് മുണ്ടാണ്ടിരിക്കുന്ന ആദ്യത്തെ സംഭവമൊന്നുമില്ല. എന്നുവെച്ചാൽ ഞങ്ങൾക്ക് ആരെങ്കിലും ഷോ ഓഫ് ആക്കേണ്ട. സംഭവം സത്യമാണ്. നമ്മളെല്ലാരും നിൽക്കുമ്പോ റാംബോ എന്താ പറയാ ജാസീനെ അടിച്ചപ്പോ നീ അതിൽ പ്രതിരോധിച്ച് അതിന്റെ സംഭവം. നമുക്ക് താല്പര്യമല്ല, നമുക്ക് താല്പര്യമല്ല. നമ്മളിവന്റെ നീ പറഞ്ഞ പോലെ തന്നെ നമ്മള് എന്താ പറയാ, നമ്മൾ ഇവന്റെ എച്ചിൽ ഒന്ന് ജീവിക്കുന്ന ആൾക്കാരോ. നമുക്ക് ഇവിടുന്ന് വേറെ പൈസയോ സ്വന്തമായിട്ടൊരു ഇഷ്ടമോ സ്വന്തമായിട്ട് എന്തൊക്കെ ചെയ്യാനോ ഉള്ള ഇത് നമുക്ക് ഇവിടെ ഇല്ല. ഫ്രീഡം നമുക്ക് ഇല്ലാണ്ട് നമ്മളൊരു എന്താ പറയുക ജയിലിൽ പിടിച്ചിട്ട പോലെ ജീവിക്കുന്നത്. അപ്പം നമ്മൾ എന്തെങ്കിലും ആരെയോ റാംബോനെയോ നിയാദിനെയോ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നമ്മളെ ചോറിൽ അത് മണ്ണുവാരി പരിപാടിയിലേക്ക് വരും. ചോറ് ഒന്നാമത് ഇടും ചോറിനെ കിട്ടുന്നില്ല. അതെ, നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഒന്നാമത് ഇവിടെ ചോറിനെ കിട്ടുന്നില്ല. ഒന്നാമത് പൈസ കിട്ടുന്നില്ല. രണ്ടാമത് എന്ന് പറഞ്ഞാൽ ചോറാ കിട്ടുന്ന, ആ ചോറിലും കൂടി മണ്ണ് വാരി ഇടും. അപ്പൊ അതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്തത്. അല്ലാണ്ട് നിന്നോട് ഞാൻ പറയാം, നിന്നോട് എനിക്ക് യാതൊരു ഇതും ഇല്ലാട്ടാ. ഞാൻ ആരും ഒന്നും പറയുന്നില്ലല്ല, ഞാൻ ആരോടൊന്നും അതിന്റെ ആവശ്യമില്ല. കാരണം ഞാൻ ആകത്തുനിന്ന് കുറച്ച് ചോറാണ്, ആ ചോറിനും കൂടി കണക്ക് പറഞ്ഞു എന്നെ അടുത്ത്. മുനു കഴിച്ച ഫുഡിന് കണക്ക് പറഞ്ഞ കാര്യമാണ് ഈ പറയുന്നത്. മുനു ഇപ്പൊ അടുത്തേക്ക് ചാടി. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ പൈസ ഇതുണ്ടാകുമ്പോ എല്ലാവരും അങ്ങനെയൊന്നും തന്നെയാണ്. അപ്പൊ മുനു അങ്ങോട്ടേക്ക് ചാടി. അതുകൊണ്ടാണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇത് വീഡിയോ ഇടുന്നത്. ഇത് ഞാൻ ഇടണ്ടെന്ന് വിചാരിച്ചു ഈ ഓഡിയോ. കടന്നതിന്റെ കണക്കൊരു അവിടെ ഇരുന്നിന്റെ കണക്കുണ്ട്. ചിലപ്പോൾ ഞാൻ എന്താ പറയാ വെറുതെ ആ ഏരിയയിലൊന്നും അവിടെ നീ ഏരിയയിൽ വന്നില്ല, ഏരിയയുടെ കണക്ക് കൂടി പറയുന്നു. കേൾക്കാൻ താല്പര്യമില്ലടാ, വേണ്ട. എന്തിനാ നീ കണക്കുകൾ കൊറേ കണക്ക് കൊറേ ഇതും അത് ഇത് എന്തിനാന്ന് വെറുതെ കേൾക്കാനാക്കുന്നത്? അമ്മേന്റെ കണക്കാണ്. ഇത് പറഞ്ഞിട്ടില്ലാന്ന് മുനു പറയട്ടെ, ഇത് ഓൻ പറഞ്ഞിട്ടില്ലാന്ന് മുനു പറയട്ടെ. കേട്ടപ്പോ നല്ല നല്ല പൊളി. ഗൈസ്, നമുക്ക് എപ്പോ ഈ പറഞ്ഞ പോലെ ക്യാമറ ഓൺ ആക്കിയിട്ട് ഇങ്ങനെ ഇതാക്കാൻ പറ്റൂല. അത് പിടിച്ചു കഴിഞ്ഞാൽ ഓൻ അപ്പാടെ അടിച്ച് കൊല്ലേ ചെയ്യാം നമ്മളെ. മനസ്സിലായി? ഇത് പുറത്തിറങ്ങാൻ പോലും വിടൂല. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ കൂടുതൽ ഓഡിയോസാണ് നമ്മളെ കയ്യിലുള്ളത്. നമുക്ക് അതേ ചെയ്യാൻ പറ്റുവാടുന്ന്, വേറെ ഒന്നും നമുക്ക് എടുത്തു വെക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഈ കൂടുതൽ ഓഡിയോസ് ഉള്ളത്. തീറ്റിക്കാത്തൊന്നല്ല, ഞാൻ എല്ലാരും തീറ്റിച്ചുകൊണ്ട് ഞാൻ ഒരാളെ പൈസ നോക്കിയിട്ടുള്ള പോയിക്കൂടെ ഇല്ലാത്ത പോയിക്കൂടെ എന്റെ കൈ. ഞാൻ ഉമ്മ സത്യമായിട്ട് ഒരു കാര്യം പറയാം, ഒരു സംഭവം നമ്മൾ ഫേക്ക് ചെയ്തിട്ടില്ല. എല്ലാം ഉള്ളത് പച്ചക്ക് പോലെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു തെറ്റ് നമ്മൾ ചെയ്ത് എന്താ അറിയോ, എല്ലാം പ്ലാൻ ചെയ്ത് എല്ലാം സെറ്റാക്കി എല്ലാ സംഭവവും റെഡിയാക്കി അങ്ങനെ വരണമായിരുന്നു. അത് നമുക്കറിയില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളടുത്തുള്ള എല്ലാം ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വോയിസ് ക്ലിയർ ചെയ്യാൻ ഇതിൽ ഇട്ട് സബ് ടൈറ്റിൽ കൊടുത്ത് നമ്മൾ നിങ്ങൾക്ക് കേൾപ്പിച്ചിരുന്നു. ഇത് മാത്രമേ നമുക്ക് ഇതാക്കാൻ പറ്റൂ. നമുക്ക് ആടുന്ന് അതേ ചെയ്യാൻ പറ്റുമോ, അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ഈ പറഞ്ഞ പോലെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നും ഇല്ലടാ. മനസ്സിലായോ? കുറച്ച് ആൾക്കാരെ വിശ്വസിക്കാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരെ വിശ്വസിപ്പിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് എല്ലാരും ബോധിപ്പിക്കണം നമുക്ക് ആഗ്രഹമില്ല. പറയാൻ താല്പര്യമില്ല. ഷോ റെക്കോർഡിംഗ് ബ്ലാങ്ക് വീഡിയോ. എടാ ഇത് ഇങ്ങനെയാടാ വരൂ. ഓഡിയോ എടുത്തു കഴിഞ്ഞാൽ ടെലിഗ്രാമിൽ ഇങ്ങനെ ഇത് വരൂ. ഇത് സബ് ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തതാ. അതിന്റെ എല്ലാം ഡേറ്റ് ഇത് കാണിച്ചു കൊടുക്കണം കേട്ടോ. നാളെ മറ്റേ എനിക്ക് ഇത് കഴിയുന്നില്ലടാ എനിക്ക്. കാരണം നമ്മൾ ഈ സത്യം പറയുന്ന ഒരിക്കലും സത്യമല്ലാന്ന് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരോട് പറയുമ്പോൾ നമുക്കത് പറയാൻ തോന്നൂലടാ. നമ്മൾ ഡൗൺ ആവൂടാ. ഡൗൺ ആന്ന് ഞാൻ
കാരണം നമ്മൾ അത്രയും ഈ പറഞ്ഞ പോലെ ആടെ ഇതെല്ലാം അനുഭവിച്ച് ഈ പറ്റുന്ന ഓഡിയോ ക്ലിപ്സ് ആണ് നമ്മളെ കയ്യിലുള്ളത്. അത് നമ്മൾ കേൾപ്പിച്ചു. ഇത് ബുദ്ധിയുള്ള ആക്കും ഇതുള്ള ആക്കും ഇവൻ ആരാന്ന് ഇപ്പം മനസ്സിലായിട്ടുണ്ട്. ഇതിന് മനസ്സിലായിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, മനസ്സിലായോ? നമുക്ക് നമ്മളെ ഭാഗം ക്ലിയർ ആക്കണം. അതിനു വേണ്ടി വന്നതാണ്, ക്ലിയർ ആക്കി. ബാക്കി കുഴപ്പമില്ല. ഈ പറഞ്ഞ പോലെ പൈസ ഉള്ളവനും ഇവനുള്ളവനും ജൈ വിളിച്ചിങ്ങനെ നടന്നു, കുഴപ്പമൊന്നുമില്ല. ഡ്രഗ് ടെസ്റ്റിന്റെ 7 ദിവസം എടുക്കും ഇത് കിട്ടാൻ വേണ്ടി. 5 ദിവസം കൊണ്ട് ആക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതാക്കിയതിന് ശേഷം ബാക്കി കാണിച്ചു തരാം. ഞാനൊരു കാര്യം പറയട്ടെ ഗൈസ്, നമ്മള് ഈ പറഞ്ഞ പോലെ എല്ലാം കിട്ടുമെങ്കിൽ നമ്മൾ പിന്നെന്തിനാ ആടുന്ന് ഇറങ്ങേണ്ട ആവശ്യം? എല്ലാം ആടെ ഈ പറഞ്ഞ പോലെ എല്ലാം ഇതാവുമെങ്കിൽ നമ്മൾ എന്തിനാ ആടുന്ന് ഇറങ്ങേണ്ട ആവശ്യം? ഇറങ്ങി ഈ പറഞ്ഞ പോലെ പൈസ ഇല്ല, ഈ പറഞ്ഞ അബ്യൂസിങ് ഇതെല്ലാം കൊണ്ട് തന്നെ ആടുന്ന് ഇറങ്ങിയത്, മനസ്സിലായി? അത് നമുക്ക് വീഡിയോ എടുത്ത് ഇടാൻ പറ്റൂല. നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യം ഓഡിയോ ആണ്, അത് നമ്മൾ ചെയ്തു. ഡ്രഗ് ടെസ്റ്റിന്റെ വീഡിയോ അത് ഞാൻ കാണിച്ചു കാണാം. ഇന്ന് രാവിലെ നമ്മൾ പോയ വീഡിയോ. എന്റെ റൂമിലേക്ക് നിൽക്കുന്നില്ല, ആർക്കും വേണമെങ്കിലും വരാം. ഞാൻ ആരോടും വരണ പറ്റില്ല. എന്റെ റൂമിൽ അന്ന് ഒരു സാധനം എടുത്തു കുറച്ചേരം ഇരുന്ന് എന്റെ റൂമിൽ നിന്ന് എടുത്തെന്ന് വെച്ചിട്ട് ഞാൻ ഒരിക്കലും കണക്കും പറയൂല, വരണ്ടാന്നും പറയൂല. നീ പേടിക്കണ്ട. എപ്പോഴും ഏത് സിറ്റുവേഷനിലായാലും ഞാൻ നാളെ രാവിലെ എത്തും. ഞാൻ വന്നിട്ട് അങ്ങോട്ടേക്ക് വരാം. കണക്ക് കണക്ക് പറയാൻ ഇതിന് താല്പര്യമില്ല, അത്രയും ഞാൻ പറയുന്നുള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് ഇല്ലേന് അതിന്റെ കൂടി കണക്ക് കേൾക്കാൻ വരും. നാളെ കളറിനും കൂടി വരും, അപ്പൊ ഞാനത് കട്ടുന്നും കൂടി വരും. എന്തിനെങ്കിലും ഇട്ടേ പറയാൻ പറഞ്ഞോ. നമ്മളെ മറ്റേ വ്ളോഗ് എവിടെ നമ്മൾ ഇന്ന് പോയ? ഇത് ഓരോന്നോരോന്നായി കേൾപ്പിക്കുക. ഇതൊന്നും കേട്ടിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒന്നും മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ കാറിന്റെ ഓഡിയോ ഏതോ ഫയൽസിലായിട്ട് ഇവന്റെ ഉള്ളതെന്ന് പറയാം. ഞങ്ങൾക്ക് ഇവൻ കാണിച്ചു തന്നെ നമുക്ക് ഉറപ്പായി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും ചെയ്യും. മറ്റേ വീഡിയോന്റെ ബാക്കിയാട്ടോ. കായ്പോൾ ഉണ്ടാക്കുന്ന പോലും. എടാ ബുദ്ധി ഇല്ലടാ, മരവിച്ചതാണോ അത്? അത് മരവിച്ചിട്ടാണോ ഉള്ളത്? ഇത് ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് സ്ക്രീൻ ആവുന്നോണ്ടായിരിക്കും നിങ്ങൾക്ക് ഇതാക്കാൻ പറ്റും. നമുക്കിത് വാട്സപ്പിൽ അയച്ച് വാട്സപ്പ് ഇതാക്കായിരുന്നു. ഇത് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് കൂടുതൽ വിശ്വാസം വരുമായിരുന്നു. നമ്മൾ ഈ പറഞ്ഞ പോലെ ഉള്ള പോലെ കാണിച്ചു, അതാ ചെയ്തത്. കേക്കുന്നുണ്ടോ ഇത്? എല്ലാം കമ്മേണ്ടാണ്. ഒന്ന് ഒരു 10% ഓളപ്പൂറ്, 10% ബാക്ക്ഗ്രൗണ്ടില് സൗണ്ട് ഉണ്ടാ. നമുക്കിത് വീഡിയോ എടുക്കാൻ പറ്റൂലടാ, മനസ്സിലാ? നമുക്ക് ഓഡിയോ എടുക്കാൻ പറ്റൂ, അതുകൊണ്ടാണ് നമ്മൾ എടുത്തത്. എല്ലാം കമ്മേണ്ടാണ്. ഒന്ന് ഒരു 10% ഓളപ്പൂറ്, 10% ഓരോ ഉണ്ണിയും തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധത്തില്, മനസ്സിലാ? ഇതുവരെ ഒരു പെഗ് പോലും തന്നില്ല. അതെങ്ങനെ അരക്കുപ്പി ആയെന്ന് പോലും അറിഞ്ഞൂടാ. ഇവനാ പറഞ്ഞത് ബിസിനസ് മീറ്റിങ്ങിന് പോകുമ്പോ ഇത്ര അടിക്കും എന്നുള്ളത്. പിന്നെ ഞാൻ കുണ്ടനാന്നുള്ളത് തെളിയിക്കണം കേട്ടാ. അത് ആരാന്ന് വെച്ചാൽ വീഡിയോ എടുത്തിട്, അത് കാണിക്കണം, അത് തെളിയിക്കണം, മനസ്സിലായോ? പിന്നെ വേറൊരു സംഭവം ഉണ്ട്. എന്നെ ഇവൻ കള്ളു കുടിപ്പിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പിക്കലും തുള്ളിപ്പിക്കലെല്ലാം ഉണ്ട്. അതെല്ലാം ഇവൻ വീഡിയോ എടുത്തിട്ട് ചിലപ്പോൾ നാളെ ഇടുമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന് ഒരാൾ ഇവൻ അയച്ചിട്ടുണ്ട്. ഇവൻ എന്താ പറഞ്ഞത്, നമ്മൾ പൈസക്ക് അങ്ങോട്ട് ഇവനെ ഇതാക്കിന്നോ. വെയിറ്റ് ചെയ്യേ. ഇതുവരെ ഒരു പെഗ് പോലും തന്നില്ല. അതെങ്ങനെ അരക്കുപ്പി ആയെന്ന് പോലും അറിഞ്ഞൂടാ. പുറത്തിട്ട് വെയിറ്റ് ചെയ്തോ. വരുമ്പോ വായിലേക്ക് അടിച്ചു കൊടുത്തോ. ഇതെല്ലാന്ന് കൈസ് നടക്കുന്നു. ഇതെല്ലാന്ന് ഇവന്റെ സ്വഭാവം. നിങ്ങൾക്കിത് പണിയെടുക്കാൻ പറയടാ. പൂറി മോന്റെ അടുത്ത് അവനെ കൊണ്ട് പണി ചെയ്യിപ്പിരി. എന്റെ റൂമിൽ കിടക്കുന്ന എന്റെ ചട്ടിയൊക്കെ ഉണ്ട്, അതെല്ലാം നനച്ചിടാൻ പറ അവിടെ മൈലിന്റെ അടുത്ത്.
ഇത് ഫസീൻ്റെത്. മനസ്സിലായോ? ഓൾ അനുഭവിച്ചതാ കുറേ കാര്യങ്ങൾ. ഓള് കുറേ കാര്യങ്ങൾ അനുഭവിച്ചതാ. ഇത് അത്രയും ഇവന് പൈസ ഇതെല്ലാം ഉള്ളതുകൊണ്ട് അങ്ങനെ ആൾക്കാർ പോകും. എടാ ഞാൻ പറഞ്ഞില്ലേ അത് ചെയ്യാൻ പറ്റൂടാ, ചെയ്യാൻ പറ്റും. എടാ എന്നെ അറിയുന്ന ആൾക്കാർക്ക് ഓൾറെഡി അറിയായിരിക്കും. ഞാൻ ഇന്നേ വരെ ഒരു സിഗരറ്റിന്റെ നമുക്കൊരു നിക്കോട്ടിന്റെ ഉണ്ടാവും. നമ്മൾ ഇന്നൊരു 10 പ്രൂഫ് എന്തായാലും നമ്മൾ കാണിച്ചിട്ടില്ലേ? 10 പ്രൂഫ് എന്തായാലും നമ്മൾ കാണിച്ചിട്ടില്ലേ? ഞാൻ പറ്റും വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കുക. ഇത് നമ്മൾ കളവ് അറിയുന്നല്ല, നമ്മൾ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഓഡിയോ ആയിട്ട് നമ്മൾ എടുത്ത് അതെല്ലാം പറ്റുന്നതല്ല നമ്മൾ കാണിച്ച്. ഇനി നിങ്ങൾക്ക് ഇതാക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വിട്ടേക്ക്. നമുക്ക് അറിയിക്കേണ്ട ആളെ, നമ്മൾ വിശ്വസിപ്പിക്കേണ്ട ആളെ, നമ്മൾ ഈ പറഞ്ഞ പോലെ സത്യം തെളിയിക്കേണ്ട ആളെ നമ്മൾ തെളിയിച്ചേന്. ബാക്കി വിട്ടേക്കണം. ബാക്കി ഈ ഫോർച്യൂണറിൽ വയ്ക്കുന്നുണ്ട്. ഫോർച്യൂണർ ഞാൻ ഇതാക്കി. ഞാൻ ഒരു കാര്യം പറയാം ഗൈസ്, ആരെങ്കിലും ആ ഫോർച്യൂണർ എവിടെയും കണ്ടെടുത്ത് വീഡിയോ ഒന്നും കേട്ടാ. എന്റെ ഉമ്മ സത്യം 2 മാസമായിട്ട് ഞാൻ വണ്ടി കണ്ടിട്ട് പോലുമില്ല. തെളിയിക്കാൻ പറ്റുമോ എങ്ങനെയാ വെച്ചാൽ തെളിയിക്കും. ഞാൻ എന്തിനാ നീ അതെ പച്ചക്കള്ളം കഴിഞ്ഞ ലൈവിൽ വന്നിട്ട് പറയുന്നത്? പച്ചക്കള്ളം എന്താ ഫോർച്യൂണർ ഷമീറിന്റെ അടുത്താ പോലും റാമ്പ കൊണ്ടുപോയിട്ട് തിരുവനന്തപുരത്ത് അവന്റെ റീല്, പിന്നെ അതേപോലെ തന്നെ സ്റ്റോറികൾ, പല ചെക്കന്മാര് ഫോട്ടോ എടുത്ത് തിരുവനന്തപുരത്ത് പല ഹോട്ടലിൽ പോകുന്നത് ഇതെല്ലാം കാണുന്നില്ല. എന്നിട്ട് എന്തിനാ പച്ചക്കള്ളം പറയുന്നത്? 2 മാസത്തിനുള്ളിലായിട്ട് ചലഞ്ച് ചെയ്യാ. നീ ഇത് കാണുന്നത്, നീ ഇതിന് ഇത് തരാം. 2 മാസമായിട്ട് ഈ ചെങ്ങായി അതിന്റെ ഏതെങ്കിലും ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന ഒരു ഫോട്ടോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാല് ഓക്കെ. എടാ മമ്മു ഒന്നാ ഫോൺ നോട്ടെ. എടാ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, എനിക്കെതിരെ ഇപ്പോൾ ഉള്ളത് വെച്ചാൽ ഞാൻ കഞ്ചാവ് യൂസ് ചെയ്യുന്ന ആളാണ്. പിന്നെ അതേപോലെ തന്നെ ഞാൻ ചീറ്റ് ചെയ്യുന്നത്, അതായത് പ്രൊമോഷന്റെ കാര്യത്തിൽ ചീറ്റ് ചെയ്യുന്നതാണ്. പിന്നെ വേറെന്താ എന്നെ പറ്റി എന്താ പാമ്പാണെന്നാടാ. പാമ്പാണെന്നുള്ളത് അത് എനിക്കൊന്നും അതിൽ പറയാനുള്ളൂ. അപ്പൊ എന്തായാലും എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞിട്ട് പോവാ. ഓൾറെഡി എടാ ഞാൻ ആദ്യം ഇതിന്റെ തന്നെ പറയാം. അതായത് എന്നാ പിന്നെ അത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനിയിപ്പോൾ ഇത് കുത്താൻ പറ്റുമോ അറിയില്ല. ഇത് കേൾക്കുന്നുണ്ടോ? അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മലപ്പുറത്ത് നമ്മളൊരു ബഫാന്, അതായത് പേര് ഡിക്ലെയർ ചെയ്തില്ല, ഒരു മൂവിന്റെ ഒരു മൂവിയിൽ അഭിനയിക്കാൻ പോയി. അതിൽ കറക്റ്റ് എന്താ വെച്ചാൽ മമ്മുവും പിന്നെ അതേപോലെ തന്നെ ആദിലും മെയിൻ കഥാപാത്രങ്ങളായിട്ടുള്ള ഒരു മൂവിയാണ്. അതിൽ ഞാൻ ഒരു സ്കൂളിലൊരു വില്ലൻ റോൾ പോലത്തെ പരിപാടി ചെയ്യുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ റോളോ പരിപാടിയോ കാര്യങ്ങളൊന്നുമില്ല. മമ്മു ആദിൽ തന്നെയാണ് അതിൽ ഏറ്റവും മെയിൻ. ആദിലാണ് അതിനകത്ത് നടൻ. അതിൻ്റെ ഒപ്പം ഒരു കൂട്ടുകാരനും തമാശയിൽ കുറച്ച് ക്യാരക്ടറും ചെയ്യുന്ന ഒരാളാണ് ഈ മമ്മു. അപ്പോൾ പിന്നെ ഞാനായിട്ട് ഒരു വില്ലൻ ക്യാരക്ടർ. മമ്മുവിന്റെ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 3 മാസോ 4 മാസോ അങ്ങനെ എന്തോ ഇത് വന്നിട്ടുണ്ട്, ഡേറ്റ് വന്നിട്ടുണ്ട്. അതിലും അതേപോലെ തന്നെ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് ഓൾമോസ്റ്റ് എനിക്കൊരു 30 35 അങ്ങനെ എന്തോ ദിവസമാണ് ഞാൻ നിന്നത്. എനിക്ക് ഷൂട്ട് ഉണ്ടായത് 23 അങ്ങനെ എന്തോ ആണ്. പക്ഷെ നമുക്ക് ചില ദിവസം ഷൂട്ട് ഉണ്ടാകുന്ന സമയത്ത് പിറ്റേ ദിവസം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം മുമ്പേ നിൽക്കേണ്ടി വരും. കാരണം അന്ന് തന്നെ പോയിട്ട് കഴിഞ്ഞാൽ ഷൂട്ട് പറ്റൂല, അവിടെ എത്തൂല. കൊച്ചിയിൽ നിന്ന് അങ്ങോട്ട് പോകും, മലപ്പുറം വരെ എത്തുമ്പോൾ വളാഞ്ചേരിയിലാണ് ഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ഒറ്റൊരു കാര്യം ഞാൻ പറയുന്ന, ആദ്യം എന്താന്ന് കേട്ടിട്ട് നിങ്ങൾ എന്താ വെച്ചാൽ പാമ്പിനെ ഹെയ്റ്റ് ചെയ്തിട്ട് ഇടുകയാണോ ഇല്ല, എന്താ സപ്പോർട്ടാണോ ഇല്ല, എന്റെ സിമ്പിൾ ആയതുകൊണ്ട് ഇടുകയാണോ എന്ന് എനിക്കൊന്നുമല്ല. എന്നെ ഒന്ന് കേക്ക്. കാരണം എന്താ അറിയോ, നാളെ എനിക്ക് എന്റെ നാട് ഇരട്ടി വള്ളിത്തോടെ എല്ലാവർക്കും അറിയിക്കും. അവിടെ ഇറങ്ങി നടക്കുമ്പോൾ ആൾക്കാരുടെ മുമ്പിൽ ജസ്റ്റ് അവർക്കെങ്കിലും ഒരു കാര്യം മനസ്സിലാണ്ടിട്ടാ. എന്റെ ഉമ്മ നല്ല രാത്രി 3 മണിക്ക് വിളിച്ച് കരഞ്ഞ്. അതിനകത്ത് ഈ കോളേജത്തെ കാര്യം പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടും അവിടെ ആൾക്കാർ പോകുമ്പോൾ നോക്കുന്നത് എന്തിനാ ഇങ്ങനത്തെ കാര്യത്തിൽ വലിച്ചിടുന്നതെന്ന് പറഞ്ഞു. ഗൈസ് ഞാൻ ഒറ്റൊരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ എന്തായാലും അധികം പറയുന്നില്ല. ഞാൻ ഇതിപ്പോൾ അവസാനമായിട്ട് നമുക്ക് പേയ്മെന്റിന്റെ ഇത് കേട്ടിട്ട്, അതായത് നമ്മൾ ഈ അവിടുത്തെ ഡയറക്ടറില്ലേ, പ്രൊഡ്യൂസർ, ഒരു ഡോക്ടറാണ്, ഹാഷ് ഡോക്ടർ. മൂപ്പര് നല്ല മനുഷ്യൻ തന്നെയാണ്. അപ്പോൾ ആ ഡോക്ടറായിട്ട് അവസാനം നമ്മൾ പേയ്മെന്റിന്റെ കാര്യം സംസാരിക്കുന്ന ഒരു വോയിസാണ്. ഇതൊക്കെ എടുത്തു വെച്ചുകൊണ്ട് എന്തോ ഭാഗ്യം. ഇല്ലെങ്കിൽ ഇവൻ പറയുന്ന പോലെ തന്നെ അവിടെ പ്രശ്നമാക്കി എന്ന് പറഞ്ഞാൽ മുനു അവിടെ ഉള്ളതുകൊണ്ട്, മുനു നമ്മൾ എത്രത്തോളം വിശ്വസിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാം കേൾക്കേണ്ടി വന്നു. കേൾക്കുന്നുണ്ട്, ക്ലിയറാ? ഞാൻ എത്ര മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്, എത്ര മാന്യമായിട്ട് സംസാരിക്കുന്ന. ഇതെന്താണെന്നറിയോ, നമ്മളെ പേയ്മെന്റിന്റെ കാര്യം നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ഹാരിസ് ഡോക്ടർ എന്ന് പറഞ്ഞ ആരോട് സംസാരിക്കുന്ന ആൾ വളരെ മാന്യനായ ആളാണ്. ഇതിന്റെ ഇടയിൽ കളിച്ച കളിയാണ് അവസാനം പറഞ്ഞത്. ഇതാ നിങ്ങൾ കേക്ക്. ഏകദേശം ഒരു 8 മിനിറ്റിന് മുകളിൽ ഉണ്ടറാ, ഒന്ന് കേക്ക്. ഇത് കുറച്ച് കേട്ടാ മതി. ഞാനിപ്പോ സാറിലേക്ക് പറഞ്ഞ 6 ദിവസം വാതിലടക്കടാ. ഇപ്പൊ ഓൾറെഡി എനിക്ക് തന്ന ദിവസം ഒരു 20 ദിവസത്തിന്റെ അടുത്ത് ദിവസം ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഓൾറെഡി എന്റെ മീഷൊക്കെ അടിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇവരാണെന്നുണ്ടെങ്കിൽ ജനുവരി മുതലേ ഇവര് ഷൂട്ട് ഷെഡ്യൂൾ കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്കാണെങ്കിൽ നമ്മൾ ഉപജീവനമാകാന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന പ്രൊമോഷൻസ് ആണ് നമുക്ക് ഇതിന് വരുമാനം കിട്ടുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നോക്കി മനസ്സിലാവും. നമ്മളിപ്പം ലൈവ് സ്ട്രീമിൽ ചെയ്യുന്ന ആളുകളാണ്. നമ്മൾ ലൈവ് ഇതുവരെ ചെയ്തിട്ടില്ല. ഇത് തുടങ്ങിയ ശേഷം ലൈവ് ചെയ്തിട്ടില്ല, ലൈവ് സ്ട്രീം ചെയ്തില്ല. നമുക്ക് വരുമാനം ഞാനൊക്കെ ഇപ്പൊ തുടങ്ങിയപ്പോൾ അതായത് നമ്മളിപ്പോ തുടങ്ങിയ പീക്ക് എത്തുന്ന ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം റവന്യൂ കിട്ടുന്ന ടൈമാണ്.
ഇതിന്റെ ഇടയിൽ ഇപ്പം പ്രൊമോഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം മൊത്തത്തിൽ നമ്മൾ ഓക്കെ ചെയ്യാന്നൊക്കെ വിചാരിക്കുമെങ്കിലും പക്ഷെ നമുക്ക് ആവില്ല. അറ്റ്മോസ്ഫിയർ അങ്ങനെയാണ്, ഷെഡ്യൂൾ അങ്ങനെയാണ്, ഓരോ കാര്യങ്ങളായി കഴിഞ്ഞാൽ. ഇതിന്റെ ഇടയിൽ തന്നെ ചില ദിവസങ്ങളിൽ ഞാൻ വന്നിട്ട് ഒറ്റ ദിവസത്തേക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു നിഷിതാണി ബസ്. പിറ്റേ ദിവസം നമുക്ക് കോഴിക്കോട് പ്രൊമോഷൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ പലതായിട്ട് നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പൊ നമ്മൾ അതിനും വലിയൊരു പേയ്മെന്റ് രീതിയിലല്ല നമ്മൾ ചോദിക്കുന്നത്. കാരണം നമ്മൾ സൈഡ് ഞാനിപ്പോ ചോദിച്ചത് പേയ്മെന്റ് വെച്ചാൽ 50 രൂപ, ഇവന് 70 രൂപ, ഇവന് 30 രൂപ, ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ അടുത്ത് പെറ്റ അവസാനം ഇപ്പൊ ഭരതനാട്യത്തിന്റെ സൈജു ഗ്രൂപ്പിന്റെ പ്രൊമോഷൻ ചെയ്ത് 30,000 അതായത് റീൽ നമ്മൾ ഒരിക്കലും അത് ഇതും കമ്പാരിസൺ ചെയ്യുന്നതല്ല പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ഇത്രയും ദിവസങ്ങൾ വർക്ക് ചെയ്തേണ്ടത് പിന്നെ നമ്മൾ ഇനിയിപ്പോ ഇതിന്റെ പ്രൊമോഷൻസ് ഇറങ്ങിയാൽ അതൊക്കെ സ്വാഭാവികമായിട്ട് ഇത് വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ തലയിലുണ്ട്. കാരണം എങ്ങനെയൊക്കെ വിജയിപ്പിച്ചെടുക്കാന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ സ്വാഭാവികമായിട്ടും അതൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പേയ്മെന്റ്, ഇതിപ്പം വലിയൊരു പേയ്മെന്റ് അല്ല, ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അത്ര ഹാപ്പിയാണ്. കാരണം ഇതിപ്പോ ഇവിടെ നിൽക്കുന്ന സമയത്ത് മറ്റു കാര്യങ്ങൾ നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പൊ അതിനൊരു ഇത് എന്നുള്ള രീതിയിലാണ് നമ്മൾ സംസാരിച്ചത്. അപ്പൊ അതാണ്, അല്ലാണ്ട് വേറെ ഒരു കാര്യങ്ങളും ഇവിടെ നമ്മൾ അങ്ങനെ ഇതാക്കി. ഈ സംസാരിക്കുന്നതാണ് ഹാരിസ് ഡോക്ടർ. ഇതാണ് ഹാരിസ് ഡോക്ടർ കേട്ടോ, മൂപ്പര് പറയുന്നത് കേട്ടെ. അവസാനം ഓക്കെ ചെയ്തു തരാന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് മിനിഞ്ഞാന്ന് ഓക്കെ സെറ്റ് ചെയ്താണ് അപ്പൊ കിട്ടിയ. പിന്നെ നമ്മൾ വിചാരിച്ച് പിന്നെ ഓൾറെഡി പല ആളുകളും പറഞ്ഞ് അത് സ്വാഭാവികമായിട്ട് നിങ്ങൾ ഇത്രയും നാൾ ഇങ്ങനെ തമാശ കളിച്ചുകൊണ്ടാണ്, അപ്പൊ നിങ്ങളത് സീരിയസ് ആയിട്ട് എടുക്കണം. അപ്പൊ അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ നമ്മളും കാരണം ഇത് കഴിഞ്ഞ് ഇതിനോടുകൂടി നമ്മൾ മെയിനായിട്ട് ഒരു കോൺട്രാക്ട് ഓഫീസിൽ ഒന്നും എടുത്തിട്ട് ഒരു വിശ്വാസത്തിന്റെ പ്രശ്നമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരത്തിന്റെ രീതിയിൽ മാത്രമാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാറേ നമ്മളിങ്ങനെയൊക്കെ പറയുമെങ്കിലും കണ്ട, ഇതാണ് ആ ഡോക്ടർ ഹാരിസ് ഡോക്ടറുമായിട്ട് നമ്മൾ സംസാരിച്ചത്. ഇതാണ് അവിടെ മുനവർ നമ്മൾ അടിയാക്കി. മുനവർ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മളവിടെ കഞ്ചാവ് യൂസ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു, കഞ്ചാവ് ഉപയോഗിക്കുന്നവൻ കണ്ടു എന്നല്ലോ. എന്തിനാ മുനവരെ പച്ചക്കള്ളം പറയുന്നത്? പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ല ഇത്രയും ദിവസം ഷൂട്ടിങ്ങിനാണ് പോയത്, മീശയും പഠിച്ചിട്ട് കറുത്ത് കരിമുട്ടിയായിട്ടു. ഒരു ഫുട്ബോൾ റിലേറ്റഡ് കഥയത്. അപ്പൊ അതുകൊണ്ട് തന്നെ വെയിലും കൊണ്ടിട്ട് വണ്ടി 4 ദിവസം മുമ്പ് ഇട്ട വീഡിയോ ആണ്. എന്തിനാ നീയാതെ ഷമീർ വണ്ടി എടുത്തോണ്ട് ഇങ്ങനെ പറയുന്നത്? 4 ദിവസം മുമ്പ് കമന്റ് ചെയ്തത് ഇതാ, അവന്റെ കൂടെയുള്ള ആൾക്കാർ തന്നെ കമന്റ് ചെയ്തിട്ടുണ്ടായത് നമ്മളെ വണ്ടിയാണ് നമ്മൾ പോയതാന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ. അപ്പൊ എനിക്ക് പറയാനുള്ള ഒറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ അത് ഡോക്ടറായിട്ടുള്ള വിഷയം. പിന്നെ അതുപോലെ തന്നെ അവിടെ പറഞ്ഞു, ഞാൻ ഇടപെട്ടു, സംസാരിച്ചു. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് വേണ്ടിയിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു എന്നല്ല. ഇതാ എടാ, ഇതൊന്ന് ഫുൾ സ്ക്രീൻ ആക്കി തരൂടാ. ഞാൻ ഒരു വീഡിയോ കൂടി കാണിച്ചു തരാം. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളുടെ ഷൂട്ടിന്റെ സമയത്ത് ഇതാ ഇതാണ്, അതായത് കറുത്ത് കരിമുട്ടിയായിട്ട് മീശയും പഠിച്ചിട്ട് ആ രീതിയിൽ ഷൂട്ട് ചെയ്തതാ. എത്ര ദിവസം എന്നറിയാം? ഏകദേശം ഒരു 35-40 എന്തോ ദിവസത്തിന്റെ അടുത്ത് ഞാൻ പോയിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് ഡേറ്റ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ മമ്മൂന്റെ ആദിലും ഏകദേശം 3 മാസത്തോളം ഉണ്ട്. എടാ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടാ, അവിടുത്തെ മെയിൻ വിഷയം നമ്മൾ വിഷയമാക്കി എന്നല്ല പറഞ്ഞത്. നിയാദിന്റെ അടുത്ത് ഇത്രയും കാലം നിന്ന് ഒരു 5-ന്റെ പൈസ ഇല്ല, ഒരു കാര്യങ്ങളും സെറ്റ് ആകുന്നില്ല. ഞാൻ അതിലേക്കെല്ലാം വരാം. പിന്നെ ആകെ കിട്ടിയൊരു ഇതാണ് മറ്റേ ഇത് മൂവിന്റെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടെ പറയുന്നുണ്ട്. ഈ വോയിസിങ് കേട്ടാൽ മനസ്സിലാവും. മുന്നു പറഞ്ഞു ഒരു പൈസ തരുന്നില്ല എന്ന് പറഞ്ഞു. നമ്മൾ അങ്ങനെ കാര്യം പറഞ്ഞിട്ടില്ല സാറേ. നമ്മൾ ഡോക്ടറോട് നമ്മൾ ആദ്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഡോക്ടറെ നമുക്ക് എന്തായിരിക്കും ഒരു പേയ്മെന്റ് വേണം. പക്ഷെ അവിടെ പോയി പറ്റിയൊരു ഫോൾട്ട് എന്താണെന്നറിയോ? ഡോക്ടർ എഗ്രിമെന്റിൽ ഇതാക്കാൻ തയ്യാറായില്ല. അത് നമ്മളും ഡോക്ടർ വിശ്വസിച്ചു, ഡോക്ടർ നമ്മളും വിശ്വസിച്ചു. അപ്പൊ ഇനി പേയ്മെന്റ് പറഞ്ഞപ്പോ എടാ ഒരു ദിവസം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ ഒരു കാര്യം പറഞ്ഞടാ. എനിക്ക് കിട്ടിയത് 50,000 റുപ്യാണ്, മമ്മൂന് കിട്ടിയത് 70,000 റുപ്യാണ്. ഇതെല്ലാം ഓപ്പൺ ആയിട്ട് തന്നെ പറയാം. ആദിലിന് കിട്ടിയ 30,000 റുപ്യാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും ആദിലിന് 30,000 റുപ്യ എന്ന് പറയുമ്പോൾ സിനിമയിൽ നടനില്ലേ, അപ്പൊ എന്താ ആദിലിന് കുറച്ച് നിങ്ങൾക്ക് കൂടുതൽ? നല്ല റാംബോന്റെ അതിൽ ഷമീർ അറിയാണ്ട് പറഞ്ഞു പോയിന്. അപ്പൊ ജസ്റ്റ് ഒരു ഞാൻ കാര്യം പറഞ്ഞേക്കാം. ആദിലിന്റെ സംഭവം എന്ന് വെച്ചാൽ ആദിൽ ഓൾറെഡി സിനിമയിൽ നടനാണ്. അപ്പോൾ ഓനക്ക് അതിന് ഓൾറെഡി ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അത് ആയിക്കഴിഞ്ഞാൽ മൂവി ആയിക്കഴിഞ്ഞാൽ അതിൽ നല്ല രീതിയിൽ എക്സ്പോസർ കാര്യങ്ങളെല്ലാം ആയിക്കഴിഞ്ഞാൽ ഓനക്ക് അതിനൊരു എക്സ്പോസർ കിട്ടും. പിന്നെ മമ്മൂനും അതിൽ അതുപോലെ തന്നെ അത്യാവശ്യം ഇതുണ്ട്. ഓനക്ക് പിന്നെ എന്താ പറയുക, വലിയ പ്രൊമോഷൻസ് കാര്യങ്ങളും അതേപോലെയൊക്കെ വരുത്തൊന്നുമില്ല, വരുന്ന പുറമേത്തെ ആൾക്കാർ വരിക. അപ്പൊ നമ്മൾ പറയുന്ന സമയത്ത് കുറച്ച് പൈസ ഇതാക്കും. എന്നെ സംബന്ധിച്ച് ഞാൻ എന്തുകൊണ്ട് 50 വാങ്ങി, എനിക്ക് കുറച്ച് ദിവസം ഉള്ളൂ. എടാ ഞാൻ എന്ത് വാങ്ങി എന്നാണ് പറയുന്നത്? ഞാൻ പറയട്ടെ, ഞാനിപ്പോൾ അവിടെ ഒരു ജസ്റ്റ് പറയാം, ഒരു 30 ദിവസം, ഒരു മാസം ഞാൻ പറയുന്നുള്ളൂ. ഒരു മാസം ഇതെല്ലാം ആരെല്ലോ വിളിക്കുന്നുണ്ട്. ഒരു മാസം എനിക്ക് മൊത്തത്തിൽ അവിടെ നിന്ന് കിട്ടിയ 50,000 റുപ്യ. 50,000 ഹരിക്കണം 30, ജസ്റ്റ് നോക്കി നോക്ക്.
1600 എന്തോ ആണ് നമുക്ക് ഒരു ദിവസം വരുന്നത്. എടാ നമ്മൾ ഒരു ദിവസം അവിടെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോകുന്ന ആൾക്കാർക്ക് എത്ര ഉണ്ട്? ഇവൻ 3 മാസം നിന്ന് ഇവൻക്ക് 70,000 റുപ്യ കിട്ടിയ 70,000. ഇതെല്ലാം നിങ്ങൾ കാണട്ടാ. അവിടെ വന്നിട്ട് ഇന്നലെ പറയുന്ന സമയത്ത് അത്രത്തോളം ഇതായി പോയി. അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കി പൈസ അടിച്ചു വാങ്ങിയെന്നല്ലോ. 70,000 ഇവൻക്ക് 70,000 റുപ്യ കിട്ടി. ഹരിക്കണം 3 മാസം പോയിട്ടുണ്ട്. ഒരു 3, 3, 6, 3, 9, 90 ദിവസം. ഇവൻക്ക് ഒരു ദിവസം 777 റുപ്യ. 777 റുപ്യാണ് മമ്മൂന് ഒരു ദിവസം. ഇന്ന് നോക്കാം ആദിലിന് ഓക്കെ, ആദിലിന് മൊത്തത്തില് ആദിലിനും ഇതേപോലെ തന്നെ 3 മാസം ഇട്ട 3 മാസത്തിന് മുകളിൽ ഉണ്ടായിന് ആദിലിന്. നിൽക്കുന്ന ഇതും കൂടി പറയട്ടെ. 30,000 ഹരിക്കണം എത്രയാ? 3 മാസം 30 എത്രയാ? അല്ല 30,000 എനിക്ക് കിട്ടിയത്. അതിന് എത്ര പൈസ കിട്ടിയത്? അല്ല നിക്ക് 30,000 ഹരിക്കണം 3 അല്ല വരിക. ഒറ്റ മിനിറ്റ് 30,000 ഓക്കെ 30,000 ഹരിക്കണം 3 മാസമല്ല എന്നത്. 1, 3, 3, 6, 90. ഇതാ കണ്ടേ 333. എടാ 333. എടാ ഞാൻ കൊണക്കുന്നില്ലടാ. ജസ്റ്റ് ഒരു കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി. ഇന്നലെ ഞാൻ അത്രത്തോളം എന്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ ഇതും കൂടി ഒന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞു. എന്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വിളിച്ചിട്ട് ചോദിച്ചു എന്താണ് സംഭവം, എന്തിനിങ്ങനെ പോയിട്ട് അടിയിലാക്കുന്നത്? എടാ നിയാദിന്റെ ആടിന് 5-6 മാസം ഞാൻ നിന്നിട്ട്, നേരത്തെ നിയാദ് എന്നെ ചെപ്പുന്ന വോയിസ് കേട്ടല്ലോ. അതായത് പിന്നെ നിന്നോട് പറഞ്ഞ പണി ചെയ്തോ, നീ ആദ്യം പോയി ബാത്റൂം ക്ലിയർ ആക്കാം. ഇത്തന്നെ എന്തോ ഭാഗ്യം കൊണ്ട് എല്ലാം കിട്ടിപ്പോയിന്. അലക്കി ഡ്രസ്സ് എടുത്തോ. എടാ ഓൻ പറഞ്ഞ ബാസ്ക്കറ്റ് കൊണ്ടാ കൊണ്ടുപോകുന്നു. എടാ ബാസ്ക്കറ്റ് ഒന്നല്ലടാ, ഞാൻ കാണിച്ചുതരാം. ബാസ്ക്കറ്റിലൊന്നല്ല പോകുന്നത്. നമ്മൾ അവിടെ ഓരോ സാധനം കൊണ്ടുപോകുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഒറ്റ മിനിറ്റ് ഞാൻ ഇതിൽ കറക്റ്റ് ഇതാക്കി വെച്ചില്ല. അതുകൊണ്ടാണ് എനിക്കൊരു തപ്പിത്തടയിൽ പോലെ വരുന്നത്. ഓനെ പോലെ കറക്റ്റ് ക്ലിയർ ആയിട്ട് നമുക്ക് എല്ലാ കാര്യവും പറയാൻ പറ്റൂലല്ലോ. ഒറ്റ മിനിറ്റ്. ഈ സിനിമേനെ കുറിച്ച് തന്നെ പറയാനുള്ളത്. അല്ല ഞാൻ എനിക്കിതും കൂടി പറയണ്ട. ഇതും കൂടി പറയാണ്ട് ആവില്ല. കാരണം വെച്ചല്ലേ അങ്ങനെ ആൾക്കാർ ഓൾറെഡി തന്നെ വിശ്വസിക്കാത്തല്ല. ജസ്റ്റ് എനിക്ക് പറയാനൊരു അവസരം തന്നാ മതി. ബാക്കി അവരെന്തോ ആയിക്കോട്ടെ. നിങ്ങള് ഇപ്പൊ ജാസിനും പറയുന്നത് അന്യം പറയുന്നുണ്ട്. എടാ നമ്മളെ ഞാൻ പറയട്ടെ ജാസി, ഈ സിനിമേന്റെ കേസിൽ ഞാൻ പറയുന്നതാണ്. ഞാൻ ചാറ്റ് നോക്കുന്നില്ല. ബാംഗ്ലൂർ ഇഷ്യൂസ് ഞാൻ പറയാം. ഈ സിനിമേന്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മളെ മൂന്നാളെയാണ് വിളിക്കുന്നത്. അതായത് ഞാന്, ആദില്, ജാസി. അപ്പോ അതിൽ തന്നെ നിയാദിനും മുനുവിനും അറിയുന്ന കാര്യം തന്നെയാണ്. ഞാൻ ഉള്ള പറയാലോ, മുനുവിനും നിയാദിനും അറിയുന്ന കാര്യം തന്നെയാണ്. മമ്മൂന് പൈസ കൊടുക്കണം. അതായത് മമ്മൂന് പേയ്മെന്റ് ഉണ്ട് തന്നെ. ഞാൻ പിന്നെ പേയ്മെന്റ് വാങ്ങണ്ട, എനിക്ക് പൈസ. മുനു ഇന്നലെ വന്നിട്ട് എന്താ പറഞ്ഞത്? ആർക്കും പൈസ ഇല്ലാണ്ട് ആർക്കും പൈസ ഇല്ല, കാലെല്ലാം പിടിച്ചത്. ആർക്കും പൈസ ഇല്ല. ആദ്യം സംസാരിച്ചത് ഇതിനെപ്പറ്റി ക്ലിയർ ആയിട്ട് ഡോക്ടർ പേയ്മെന്റ് തരാന്ന് പറഞ്ഞതാണ്. പിന്നെ അവസാനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പേയ്മെന്റിൽ ഡോക്ടർ 1,20,000 നമ്മൾ 1,50,000 പറഞ്ഞത്. കാരണം നമുക്ക് എടാ അതിൽ 333 റുപ്യ ഒരു ദിവസം കൊടുക്കുന്നതിന് ഇപ്പൊ എന്താ പ്രശ്നം? എനിക്കൊരു ദിവസം 1,600 സംതിങ്. കാരണം ഓൾറെഡി എനിക്ക് അതിൽ റോള് കുറവാണ്. ഞാൻ അവിടെ പോയ ദിവസങ്ങൾ ഒരു ദിവസം ഇവിടെ കൂലിപ്പണിക്ക് പോയാൽ കിട്ടൂല. ഒരു ദിവസം 1,200 റുപ്യടാ കൂലിപ്പണിക്ക് പോയാൽ കിട്ടൂലേ. ഇവൻ അത്ര ദിവസം. അപ്പൊ അതിന് പൈസ ചോദിക്കാൻ തെറ്റാണടാ. എടാ നിങ്ങൾ പറ, അതിന് നമ്മൾ പൈസ ചോദിക്കാൻ തെറ്റാണോ? നമ്മൾ ഒരു ദിവസം 5,000 ഒന്നും മേടിച്ചിട്ടില്ലല്ലോ. എന്നിട്ട് അവിടെ പറഞ്ഞത് നമ്മൾ കഞ്ചാവ് അടിച്ചത്. എടാ നമ്മളപ്പം നിങ്ങൾക്ക് അറിയായിരിക്കും, വെല്ലിമാന്റെ ഒപ്പം വീഡിയോ ചെയ്യുന്ന ഒരുത്തരുണ്ട്, ഫസൽ എന്ന് പറഞ്ഞ ഫസൽ ഫാമിലി. ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കിയാൽ മോനോട് ചോദിക്കും. ഓനും ഞാനുമാണ് ഒരേ കഥാപാത്രം ഉണ്ടായിന്, അതായത് വില്ലൻ ക്യാരക്ടർ. ഒരേ റൂമിൽ അതിന് നമ്മൾ ഉണ്ടായത്. നമ്മൾ ഒരുമിച്ചാ ഭക്ഷണം കഴിച്ചത്. ഓന് ചോദിച്ചോക്കട്ടെ ഞാൻ കഞ്ചാവ് അടിച്ചിനോന്ന്. എടാ ഞാൻ ഇന്ന് ടെസ്റ്റ് ചെയ്തിന്, ഞാൻ ടെസ്റ്റ് ചെയ്തിന്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ന് ടെസ്റ്റ് ചെയ്ത് ഒരു 5-6 ദിവസത്തിന് വരും. ഞാൻ ഒരു സിഗരറ്റ് പോലും, നിങ്ങൾക്ക് ഞാൻ ലൈവായിട്ട് ഒരു കാര്യം പറയാം, എവിടെന്നെങ്കിലും ഞാൻ ഒരു സിഗരറ്റ് പോലും വലിക്കുന്ന ഒരു ഫോട്ടോ അല്ല. ഈ മുനു ഒരു മിനിറ്റ്, മുനു എന്താന്ന് പറഞ്ഞാൽ കഞ്ചാവ് അടിച്ചെന്ന്. ഞാൻ ഒരു കാര്യം പറയട്ടെ ഗൈസ്, നമ്മൾ ഈ പ്രശ്നത്തിൽ നിൽക്കുന്നത്, അതായത് നമുക്ക് പേയ്മെന്റ് കിട്ടുന്നില്ല. നമ്മളോട് പേയ്മെന്റ് തരാന്ന് പറയും, പേയ്മെന്റ് കിട്ടുന്നില്ല. അപ്പൊ ആടെ മുനുവിന് ഒരു റോള് കിട്ടണം ഇത്. അപ്പൊ മുനു ആളാകാൻ വേണ്ടിട്ട് മുനു എന്ത് ചെയ്തു, റൂമിലേക്ക് കയറുമെന്ന്. മുനും ഓന്റെ കൂടെ ഒരുത്തനുണ്ട്. ഓന്റെ പേര് ഞാൻ ഇതൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. പേരൊന്നും പറയണ്ട. നീ പറഞ്ഞാ? ഇല്ല പറഞ്ഞില്ല. പേരൊന്നും ഞാൻ പറയുന്നില്ല. ഓന്റെ പേര് ഒരുത്തനും കൂടി ഉണ്ട്. ഇവർ രണ്ടാളും കയറി വന്നിട്ട് നമ്മളോട് നല്ല രീതിയിൽ സംസാരിച്ചു. എന്താണ് നിങ്ങൾ ആദ്യം പേയ്മെന്റ് ഒന്നും വാങ്ങിയിട്ടില്ലല്ലോ, ആദ്യം ഒന്നും പേയ്മെന്റ് പറഞ്ഞിട്ടില്ലല്ലോ, ഇപ്പൊ ഇവിടെ വന്നിട്ട് എന്താ? ഞാൻ പറഞ്ഞു മുനുവിനോട്, അല്ല മുനു എടാ നിനക്കും നീയാദിനും അറിയാലോ, മമ്മൂന് പേയ്മെന്റ് കൊടുക്കണം. മമ്മൂന് പേയ്മെന്റ് കൊടുക്കണം. അതിനെയാണ് നീയാദും പറഞ്ഞത് അവിടുന്ന് തന്നെ. അപ്പൊ നീ ഈടുന്നെന്താ ഈടെ വന്നിട്ട് നമ്മൾ ഇവരോട് പൈസ ചോദിക്കുമ്പോ നീ വാക്ക് മാറ്റുന്നത്? കമ്മീഷൻ അടിക്കാൻ നോക്കിയ സംഭവം ഭയങ്കര കമ്മീഷനാടാ, ഭയങ്കര. ഈ മുനു ഒന്നും വെച്ചാലേ എടാ മുനു അത്ര നല്ല. പിന്നെന്താ വെച്ചാൽ എനിക്കറിയില്ല അവസാനം പ്ലേറ്റ് മറിഞ്ഞ എന്താന്നും. പിന്നെ എനിക്കറിയില്ല, ചിലപ്പോൾ ഒരായിട്ട് അത്രയും ബന്ധവും പരിപാടിയും കാര്യങ്ങളൊക്കെ. ബാംഗ്ലൂരിന്റെ സീനും കൂടി ചോദിക്കും. ബാംഗ്ലൂർ ഞാൻ പറയും, ഇത് തീരട്ടെ.